ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന് ആഹ്ലാദിക്കാൻ വകയുണ്ട്. ഉഴവൂർ പ്രചാരണത്തിന് പോയ ഗോവയിൽ പാർട്ടിക്ക് ഒരു സീറ്റുണ്ട്. കേരളത്തിന് പുറമെ ഗോവയിലും NCPക്ക് മന്ത്രി ഉണ്ടാവുമെന്ന പ്രതീക്ഷ പക്ഷേ അസ്ഥാനത്തായി. പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെ BJP സർക്കാർ രൂപീകരിക്കുകയാണ്. ഉഴവൂരിൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധിക്കും AK ആന്റണിക്കും BJPയെ തടഞ്ഞു നിർത്താനുള്ള കെൽപ്പില്ല. അതിന് പിണറായി ഇറങ്ങണം. പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തി മതസൗഹാർദ്ദത്തിനു വേണ്ടിയും മതേതരത്വത്തിനു വേണ്ടിയും പോരാടുന്നതിന് ദേശീയ തലത്തിലേക്ക് കടന്നു വരണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് ഈ സമ്മേളനത്തിലൂടെ അദ്ദേഹത്തോട് പറയാനുള്ളത്. കാരണം തന്റെ ഇടമുള്ള നേതാക്കന്മാർ, കരിസ്മയുള്ള നേതാക്കന്മാർ, വർഗീയവാദികളെ നേരിടാൻ കഴിയുന്ന നേതാക്കന്മാർ, അല്ലാതെ ഉമ്മൻചാണ്ടിയെ പോലെയും ആന്റണിയെ പോലെയും ഞഞ്ഞഞ്ഞ പിഞ്ഞഞ്ഞ വർത്തമാനം പറഞ്ഞ് അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്ന് പറഞ്ഞ് കുമ്മനം രാജശേഖരൻ എഴുതി കൊടുക്കുന്ന പ്രസ്താവനയുടെ കോപ്പി മോഷ്ടിച്ചെടുത്ത് പേര് മാറ്റി പ്രസ്താവന ഇറക്കി സയാമീസ് ഇരട്ടകളെ പോലെ പ്രവർത്തിക്കുകയല്ല കോൺഗ്രസുകാർ ഇവിടെ ചെയ്യേണ്ടത്. അതാണ് അവർ ഇവിടെ ചെയ്യുന്നത്. കോൺഗ്രസിൽ നിന്ന് ആരെയും ഉഴവൂർ NCPയിലേക്ക് സ്വാഗതം ചെയ്യും. VM സുധീരൻ വന്നാൽ സ്വന്തം കസേര തന്നെ കൊടുക്കും. നിങ്ങൾക്കറിയാം, VM സുധീരൻ ഇപ്പോൾ ഇവിടെ കിടക്കുന്നു, വീണിതോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞ്. സങ്കടമുണ്ട്. അദ്ദേഹം രാജിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തൊടുപുഴയിൽ പത്രക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥിതി കണ്ട് ഞാൻ അദ്ദേഹത്തെ അപ്പോഴേ NCPയിലേക്ക് സ്വാഗതം ചെയ്തു. എന്റെ പദവി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, അദ്ദേഹം വരണം. പക്ഷെ ഞാനത് പറഞ്ഞെങ്കിലും കോൺഗ്രസിൽ ഒരൊറ്റയാൾ പോലും ഇന്നുവരെ അദ്ദേഹത്തോട് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടമാണ്. ആരേലും ഒന്ന് പറയണ്ടേ, അച്ഛാ പോകല്ലേ? ആരും പറഞ്ഞില്ല അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞു, കോഴിക്കോട്ട് വെച്ച് എന്റെ നട്ടലിന് പരിക്കേറ്റു. കോൺഗ്രസുകാർക്ക് ഇല്ലാത്തൊരു സാധനമാണ് നട്ടല്. അത് സുധീരനുണ്ട് എന്ന് സുധീരൻ പറയുകയും ആ നട്ടലിന് പരിക്കേറ്റു. എവിടെയോ ഒരു കേബിളിൽ തട്ടിയാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കേബിളിൽ തട്ടിയായിരിക്കില്ല, ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാരുടെ കൈ തട്ടിയാകാം അദ്ദേഹം അവിടെ നിലം പതിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കോൺഗ്രസിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച്. ഇത്രയും നാൾ VM സുധീരൻ വീരശൂര പരാക്രമി, ജഗജല്ല കില്ലാടി എന്നൊക്കെ പറഞ്ഞ് ബാറുകാർക്കെതിരെയും എന്ന് വേണ്ട എല്ലാ വിഷയങ്ങളുടെയും മുൻപന്തിയിൽ നിന്ന് രാവിലെയും വൈകിട്ടും രാത്രിയിലും പ്രസ്താവന ഇറക്കിക്കൊണ്ടിരുന്ന നമ്മുടെ VM സുധീരന്റെ അവസ്ഥ ഇങ്ങനെയായി. VM സുധീരന് വീണു പരിക്കേറ്റത് എങ്ങനെയെന്ന് ഉഴവൂർ പറയും. ഇനി തട്ടി വീഴാൻ പോകുന്നവരെ കുറിച്ചും. ഇനിയുള്ളത് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണ് അവശേഷിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ അവരും തട്ടി വീഴാനാണ് സാധ്യത. ഞാനൊരു പ്രവചനമൊന്നും നടത്തേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടി ഇപ്പോൾ പ്രസിഡന്റ് ആകാൻ വേണ്ടി നിർബന്ധിച്ചാൽ ഇല്ലെങ്കിൽ അല്പം ചോറുണ്ടാക്കാം എന്ന് പറയുന്ന ഒരു നിലയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് നന്നായി അറിയാം. അദ്ദേഹം ഏതായാലും ആരെയും കിട്ടിയില്ലേ, അദ്ദേഹത്തിന്റെ ഒരു വടിയായിട്ടുള്ള ആരെയെങ്കിലും, എറണാകുളത്താണ് കൂടുതൽ കക്ഷികളുള്ളത്, ഇലക്ഷൻ നിൽക്കാൻ അവസരം കിട്ടാത്തവരൊക്കെ ചില ആളുകളുണ്ട്. അവരുടെയൊക്കെ പേരുകൾ അവർ തന്നെ വാട്സപ്പിലൊക്കെ കൊടുത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി ആര് കേരളത്തിൽ പ്രസിഡന്റായി വന്നാലും രക്ഷപ്പെടാൻ പറ്റില്ല. UDFിൽ നിന്ന് ചില കക്ഷികൾ LDFിലേക്ക് വരും എന്ന് ഉഴവൂർ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ആരും വരുന്ന ലക്ഷണമില്ല. ഈ സമ്മേളനത്തിൽ ഞാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്, അടുത്ത നിങ്ങളുടെ പരിപാടി നടക്കുന്നതിന് മുൻപായി UDFിലെ ഒരു പ്രമുഖ കക്ഷി കൂടി LDFിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നിരിക്കും. 1-2 കക്ഷികൾ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എല്ലാവരെയും ഓടിച്ചു പിടിച്ചു കൊണ്ടിരിക്കുകയല്ല, അവർ സമൂഹത്തോടു കൂടി വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അച്ഛൻ്റെ അടിപൊളി നൃത്തം ഇടവേളയ്ക്ക് ശേഷം. रहा किली की पिपी सिलिफी जिबला क्रोई की उन्नो डुन्नो मुहो जाओ डंबा डंबा बकरत बकरत